ശ്രീ ഷാബു പ്രസാദ്, ഇതിപ്പോൾ ബംഗാളിൽ 20 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിനും 22 സീറ്റുകൾ BJPക്കുമാണ് വെക്കുന്നത്. അപ്പോൾ മമതാ ബാനർജി നമുക്കറിയാം, അവരെ പോലെ ഒരു ഫൈറ്ററിനെ ഇന്ത്യൻ രാഷ്ട്രീയം ആനുകാലിക രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ടാകില്ല. അവരെത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബംഗാളിൽ BJPക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും എന്നാണോ? മാധു, 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ അത്ഭുതം കണ്ടതാണ്. 18 സീറ്റിലാണ് BJP എന്നവിടെ വിജയിച്ചത്. 18 സീറ്റിൽ. ഇത്തവണ BJP ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാകും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സർവേയിലും ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഒറീസയിലെ ഒരു റിസൾട്ട് ഞാൻ കണ്ടില്ല. മധുവിന് അറിയാമെങ്കിൽ അതൊന്ന് പറയുക. എന്തായാലും ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. ഇത്തവണ BJP നേട്ടമുണ്ടാക്കാൻ പോകുന്നത് പൂർവ്വ തീരത്തുകൂടിയാണ്, കിഴക്കൻ തീരത്തുകൂടിയാണ്. ആന്ധ്ര, ഒറീസ, ബംഗാൾ, ഈ ഭാഗം BJPക്ക് പൊതുവെ ദുർബലമായ ഒരു മേഖലയായിരുന്നു കഴിഞ്ഞ ഈ അടുത്ത കാലം വരെ. എന്നാൽ ആ മേഖലയിലെല്ലാം NDA വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ കാര്യം പൊതുവെ ഒറീസയിൽ ഞാൻ കണ്ടില്ല, പക്ഷേ ഒറീസയിൽ വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും BJP അതീവ ദുർബലമായിരുന്ന ഈവൻ കേരളത്തിലും തമിഴ്നാട്ടിലും വരെ എല്ലാ സർവേകളും ഒരുപോലെ പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ടിവിയുടെ എക്സിറ്റ് പോൾ ഫലം അതായത് കേൾക്കാൻ കഴിയുന്നില്ല. പ്രൊഡ്യൂസർ പരിഹരിക്കണമേ. ശ്രീ ഷാബു പ്രസാദ് തുടരാം. ഹലോ ശ്രീ ഷാബു പ്രസാദ് തുടരാം. അത് ഈ ഒഡീഷയുടെ എക്സിറ്റ് പോൾ സർവേ ഫലമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് 15 മുതൽ 17 വരെ സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് 1 സീറ്റ് പരമാവധി ആണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ശരി, ഓക്കെ. അവിടെ BJDക്ക് കഴിഞ്ഞ തവണ 12 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതെന്താകും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതേഴ്സ് 4 മുതൽ 6 സീറ്റുകൾ വരെയാണ് പരമാവധി പ്രവചിക്കപ്പെടുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ഷാബു പ്രസാദ് കേൾക്കാമോ? ശരി, ആകെ 21 സീറ്റുകളാണ് ഒഡീഷയിലുള്ളത്. അതിൽ 12 സീറ്റുകൾ ആണ് 12 സീറ്റുകളിൽ ആകെയുള്ള 21 സീറ്റുകളിൽ BJDക്ക് 12 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഒഡീഷയുടെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടപെട്ടതാണ്. പക്ഷെ അപ്പോഴത്തേക്കും അങ്ങുമായുള്ള ആശയവിനിമയം തടസ്സപ്പെട്ടിരുന്നു. ആന്ധ്രയിൽ YSRCP തകർന്നടിയുന്ന ചിത്രം കൂടി കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ ഇത് വളരെ ഇപ്പോൾ ഒറീസയിൽ ഇതും കൂടെ നടക്കുന്നുണ്ട്. ഒഡീഷയിൽ അസംബ്ലി ഇലക്ഷൻ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ BJP അധികാരത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ ഈ കിഴക്കൻ തീരം മുഴുവൻ BJP ഏതാണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. NDA കീഴടക്കുകയാണ്. ആന്ധ്ര, ഒറീസ, അതേപോലെ ബംഗാൾ പുതിയ യുദ്ധമുഖങ്ങളും പുതിയ പോർമുഖങ്ങളും പുതിയ ശക്തി കേന്ദ്രങ്ങളും BJP ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ്, അതായത് എല്ലാ അർത്ഥത്തിലും BJP ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പാൻ ഇന്ത്യ പാർട്ടിയാവുകയാണ്. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം മാധു, ഇവിടെ എത്ര സംസ്ഥാനങ്ങളിലാണ് BJP 50% വോട്ട് നേടാൻ പോകുന്നത് എന്നുള്ളതാണ്. എൻ്റെ ടോട്ടൽ പ്രതീക്ഷ ഞാൻ പറയാം. BJPയുടെ ഈ 400 സീറ്റ് എന്ന ഒരു ലക്ഷ്യത്തിനോടൊപ്പം തന്നെ അതീവ പ്രാധാന്യത്തോടുകൂടി BJP ലക്ഷ്യം വെച്ചിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ടോട്ടൽ 50% വോട്ട് എന്നുള്ളത്, അതും എത്തും എന്നുള്ളതാണ് ഈ സൂചനകൾ നൽകുന്നത്. അതായത് ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ ഇവിടെ 50% വോട്ട് നേടി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ചരിത്രത്തിലാദ്യമായി 3ാം തവണ തുടർച്ചയായി വലിയ വിജയത്തോടുകൂടി, അതുവരെയുള്ളതിനേക്കാൾ വലിയ വിജയത്തോടുകൂടി ഒരു നേതാവും ഒരു സർക്കാരും ഒരു പാർട്ടിയും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആണ് ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രമാകാൻ പോകുന്നത്. ശരി ശരി.